ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വേറെ ഒന്നുമല്ല, അനിയത്തിൻ്റെ ഡെലിവറിയും ഷോപ്പിൻ്റെ ഇനാഗുറേഷനൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ അത് 17-ാം തീയതി രാത്രി നമ്മൾ അനിയത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അന്ന് പുലർച്ചെ ആവോളം ഹോസ്പിറ്റലിൽ തന്നെ ഉറക്കമൊഴിച്ച് നിൽക്കുകയായിരുന്നു. പിറ്റേന്നാണ് ഡെലിവറി ഉണ്ടായിരുന്നത്. അന്ന് തന്നെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗുറേഷനും വരുന്നത്. പ്രതീക്ഷിച്ചൊരു ഡേറ്റിലല്ല ഡെലിവറിയും വന്നത്. അതോടെ രണ്ടും ഒരേ ദിവസമായി പോയി. എന്നാലും അൽഹംദുലില്ലാ രണ്ടും റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെ ഷോപ്പൊക്കെ വന്നിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ മനസ്സ് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അവിടെ എന്തായി, ഡെലിവറി ആയിട്ടുണ്ടാവോ, പെയിന് വന്നോ എന്താണെന്നൊക്കെ ഉള്ള ആകെ ടെൻഷനില്ല. അതും കൂടി ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഷോപ്പ് ഇനാഗുറേഷൻ ചെയ്യുന്നത് നമ്മുടെ ഹസ്ബൻഡിനെയും ഫ്രണ്ടിനെയൊക്കെ പഠിപ്പിച്ചിരുന്ന പയ്യ ഉസ്താദ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മൂപ്പര് വന്നിട്ടാട്ടോ ഇനാഗുറേഷൻ ചെയ്തത്. അങ്ങനെ ദുആയും കാര്യങ്ങളൊക്കെ ചെയ്ത് ചായ കുടിക്കലും എല്ലാവരും പർച്ചേസ് ചെയ്യലും ഒക്കെ ആയിട്ട് അങ്ങനെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം റാഹത്തായിട്ട് തന്നെ അൽഹംദുലില്ലാ നടന്ന്. തുടർന്നും പഠിച്ചവൻ്റെ കാവലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇത് അവിടുന്ന് ചായ കുടിക്കലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോന്നു. അവിടെ ചെന്നപ്പോൾ ഡെലിവറി ആയിട്ടൊന്നുമില്ല, പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കയറി അവളെ കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം വന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഒടുവിൽ അവളൊരു ആൺകുട്ടിക്ക് ജന്മം നൽകി ഞങ്ങളുടെ വീട്ടിലെ പുതിയൊരു അതിഥി. മാഷാ അല്ലാഹ് ഇപ്പോൾ അവൻ്റെ കൂടെയുള്ള ബിസി ലൈഫായിട്ടോ അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ.